ഞാനും ഇസ്മായിൽ സാർ നിങ്ങളുടെ മുൻപിലെത്തിയിട്ടുള്ളത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാട്ടോ. കേരളത്തിലെ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങള് സൈലം PSC സെക്രട്ടേറിയറ്റിന്റെ പുതിയ ഒരു ബാച്ച് തുടങ്ങാണ്. നമ്മുടെ ബാച്ചിന്റെ പേര് 2.0 ആണ്. ബാക്കിയുള്ള വിശദ വിവരങ്ങളൊക്കെ ഈ മുതലുകളോട് പറഞ്ഞോളൂ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ 4-ാം തീയതി ആയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ LDC എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്റ്റേജുകളൊക്കെ ആയിട്ട് LDC നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ അന്വേഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, ഇപ്പൊ LDC പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ വേറൊരു ഡിഗ്രി ബാച്ച് നമുക്ക് കിട്ടുമോ, അത് എഴുതുന്നവർക്ക് ഇത് പഠിക്കാൻ ഒരുപാട് പേരുണ്ടാവും, കോമൺ ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പൊ നമ്മുടെ LDC എക്സാമുകളൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു. അപ്പൊ ഇനി അടുത്തൊരു പഠനത്തിലേക്ക് കയറാനുള്ളവർക്ക് കൃത്യമായ സമയത്ത് നമ്മുടെ ബാച്ച് തുടങ്ങാണ്. ഡിസംബർ 2-ാം തീയതിയാണ് നമ്മുടെ 2.0 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് തുടങ്ങുന്നത്. അപ്പോ നമുക്ക് അതിന്റെ ഫെസിലിറ്റീസും അതിന്റെ സ്ട്രാറ്റജി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. സൈലം PSC നിങ്ങൾക്ക് തരാൻ പോകുന്നത് വലിയൊരു റിച്ച് കണ്ടന്റ് നിങ്ങൾക്ക് നൽകുന്ന അധ്യാപകരുടെ കൂട്ടമാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഈ അധ്യാപകരുടെ കൂട്ടം, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള മുഖമാണ്. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. പഴയതുപോലെ നടന്ന പോലെ എക്സാം അല്ല. ഇന്ന് വ്യത്യസ്തത പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. ഏകദേശം പ്രിലിംസ് കഴിഞ്ഞിട്ട് 2 മെയിൻസും പിന്നെ ഇന്റർവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ആദ്യം നമുക്കൊരു പ്രിലിംസ് ജസ്റ്റ് ഒരു മെയിൻസ്. ഇപ്പൊ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അതിൽ പേപ്പർ 2 തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ബാച്ചിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു കംപ്ലീറ്റ് ബാച്ചാണ്. ഇതെല്ലാം ഉൾപ്പെടും. പ്രിലിംസ് നമ്മൾ ആദ്യം എടുക്കുന്നു. പ്രിലിംസിന് എക്സാം കഴിഞ്ഞ ശേഷം നമ്മൾ മെയിൻസിന് പേപ്പർ 1-നും പേപ്പർ 2-നും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ കംപ്ലീറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തീരുന്ന വരെ കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഒരു ബാച്ച് ആയിരിക്കും നമ്മള് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തൂക്കാൻ പറ്റിയ ഏറ്റവും ഒരു ടോപ്പ് ബാച്ച് ആയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ബാച്ചുമായിട്ട് എത്തുന്നത്. ഈ ബാച്ചില് ക്ലാസ്സുകൾ എടുക്കുന്ന എഡ്യൂക്കേറ്റേഴ്സിന് ഈ ഫോട്ടോയിൽ കാണാം. അപ്പൊ ഓരോരുത്തരുടെ വിഷയങ്ങളും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാറ് തുടങ്ങിക്കോളാം. അതെ, നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സിനാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കറിയാം ഹിസ്റ്ററിക്ക് നമ്മുടെ സൈലത്തിന്റെ കിങ് മൻസൂർ അലി സാറാണ്. അതൊന്നും കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഹിസ്റ്ററി സാറ് പറയുന്നതുണ്ടോ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്ററി ഭാഗത്ത് എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് നമുക്ക് മാത്സ് ആൻഡ് മെന്റാലിറ്റി എടുക്കാൻ പോകുന്നത് ജെറിൻ സാറാണ്. നിങ്ങൾക്കറിയാലോ ജെറിൻ സാർ നിങ്ങളുടെ കൂടെ മാത്സ് എടുക്കാനുണ്ടാവും. പിന്നെ ഈ മുതല് ഇസ്മായിൽ കാലടി മാത്സ് ആൻഡ് മെന്റാലിറ്റി ജെറിൻ സാറിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മാത്സ് എളുപ്പമാക്കി തരാൻ ഈ മുതലുണ്ടാവും. അടുത്തത് നിങ്ങൾ പറഞ്ഞോളി. ഇങ്ങനത്തെ സാധനം നമ്മുടെ ഇംഗ്ലീഷ്, നമ്മുടെ സ്വന്തം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫാരിസ് സാർ ഉണ്ടാവും, കിങ് ഓഫ് ഇംഗ്ലീഷ് ഫാരിസ് സാർ ഉണ്ടാവും. ഫാരിസ് സാറെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നിസാം സാർ ഉണ്ടാവും, സുമി മിസ്സും ഉണ്ടാവും. അപ്പൊ 3 പേരും ചേർന്ന് ഇംഗ്ലീഷിൽ 20 മാർക്കാണ് ഡിഗ്രി പ്രിലിംസ്, മെയിൻസിൽ 10 മാർക്ക് ഉണ്ടാവും. അപ്പൊ മാത്സ് പോലെ തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും അതുപോലെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ഘടകങ്ങളാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇംഗ്ലീഷ് പഴയ പോലെ അല്ല, ഇംഗ്ലീഷും SSC ലെവലാണ് ചോദ്യങ്ങൾ ഉള്ളത്. അപ്പൊ അതിന് കുട്ടികൾക്ക് 20 കിട്ടാനുള്ള പവർ നിങ്ങൾ കൊടുക്കൂലേ? ആയത്തിൽ നമ്മൾ പഠിപ്പിക്കും. ആ ആയത്തിൽ പഠിച്ചിട്ട് അത് കറക്റ്റ് ഫോളോ ചെയ്താൽ 20-ന് 20 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാം. അഹങ്കാരമായിട്ട് കാണണ്ട, പറ്റും എന്ന് പറഞ്ഞാൽ പറ്റും. ആ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് വന്നിരിക്കും. അടുത്തത് മലയാളത്തിനായിട്ട് സജീവ്സ് ഉണ്ട്. അതുപോലെ സജീവ്സ് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ഭാഗം എടുക്കും. പിന്നെ വിഷ്ണു സാറും കൂടെ ചേർന്നാണ് മലയാളം എടുക്കുന്നത്. പിന്നെ ഹിസ്റ്ററിക്ക് മൻസൂർ സാറിന്റെ കൂടെ തന്നെ അനന്തു സാറും ഉണ്ടാവും ഹിസ്റ്ററി എടുക്കാന്. അടുത്ത ആളുകളെ ഫാരിസ് സാർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇനി വരുന്ന ആളുകളെ. പിന്നെ നമുക്ക് നമ്മുടെ ദീപിക മിസ്, നിങ്ങൾക്ക് അറിയാലോ സയൻസും അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് ഡിഗ്രി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടെന്ന് അറിയാം. അത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി വരുന്നത് നമ്മുടെ ദീപിക മിസ് ആണ്. അതേപോലെ തന്നെ മിസ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീരാജ് സാർ ഉണ്ടാവും. അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് സിബി സാർ ഉണ്ടാവും. അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഒട്ടും ഇമ്പോർട്ടൻസ് കുറക്കാതെ തന്നെ 3 എഡ്യൂക്കേറ്റേഴ്സ് ആണ് അവരുടെ കോണ്ടന്റുമായിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. ദീപിക, ശ്രീരാജ് ആൻഡ് ലാസ്റ്റ് ഫൈനൽ സിബി. സംശയമായിരിക്കും നമ്മുടെ സ്വാതി മിസ് എവിടെ, വിദ്യാ മിസ് എവിടെ, അതുപോലെ ജംഷിന മിസ് ഒക്കെ എവിടെയെന്ന് വെക്കും. അപ്പൊ പ്രിലിംസിൽ എന്താണ്, പ്രിലിംസിൽ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്സ് ഇല്ല. പക്ഷെ മെയിൻസ് വരുമ്പോ അതിന് ഇമ്പോർട്ടൻസ് വരുമ്പോ ആ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ബാച്ചിൽ നിങ്ങളുടെ കൂടെ വരും. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എടുക്കാനും വിദ്യാ മിസ്സും സ്വാതി മിസ്സും ജംഷിന മിസ്സും ഒക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അതുകൊണ്ട് നമുക്ക് ദീപിക മിസ്, ശ്രീരാജ് സാറ്, സിബി സാറും ആയിരിക്കും. സയൻസ് ഇല്ല എന്നുള്ള അർത്ഥം. സയൻസ് ആൻഡ് ടെക്നോളജി മെയിൻസിനുണ്ട്, പക്ഷെ പ്രിലിംസിനില്ല. പ്രിലിംസിന് വേറെ ഒരു മോഡലാണ് ഇപ്പൊ പ്രിലിംസിന്റെ സിലബസിൽ ഉള്ളത്. ഇനി വരുന്നത് നമുക്ക് അടുത്തതായിട്ട് വരുന്നത്
CA പ്രദീപ് സാർ ഉണ്ടാവും, പ്രമോദ് സാർ ഉണ്ടാവും. അതുപോലെ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ് ഈ ഭാഗം കൂടെ പ്രമോദ് സാർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഭാഗം കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സ് നിങ്ങൾക്ക് എടുക്കുന്നത് ആനന്ദ് സാർ ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും നിങ്ങൾക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് ആനന്ദ് സാറും ആയിരിക്കും. അപ്പൊ പറഞ്ഞല്ലോ, പ്രമോദ് സാറ്, പ്രദീപ് സാറ്, ആനന്ദ് സാറ് ഇവരൊരു എടുക്കുന്ന ടോപ്പിക് വളരെ സൂപ്പർ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സൂരജ് സാറാണ്, ജോഗ്രഫിയുടെ കില്ലാടി. സൂരജ് സാറും അതേപോലെ തന്നെ എബിൻ സാറും പറയേണ്ടതില്ലല്ലോ, ജോഗ്രഫി മാപ്പൊക്കെ വരച്ച് ആ ലോകം കാണുന്നത് പോലെ പഠിപ്പിക്കുന്ന രണ്ട് എഡ്യൂക്കേറ്റേഴ്സ് ആണ്. വൺ മിസ്റ്റർ സൂരജ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് എബിൻ. ഇവർ രണ്ടുപേരുമാണ് നിങ്ങൾക്ക് ജോഗ്രഫി നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ എക്കണോമിക്സിന്റെ അവസാന വാക്ക്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും സിമ്പിൾ ആയ രീതിയിൽ എക്സാമ്പിൾ വെച്ച് നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ മുത്ത് ശരത് സാർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എക്കണോമിക്സ് സെറ്റ് ആക്കി തരാൻ. അടുത്തത് ഐടിക്ക് നമുക്ക് എബിൻ സാർ IT കമ്പ്യൂട്ടർ ജോഗ്രഫിയുടെ കൂടെ തന്നെ IT ഭാഗങ്ങളും എബിൻ സാർ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയി, മറക്കണ്ട, ഐടിക്കും നമ്മുടെ മുത്ത് എബിൻ സാർ ഉണ്ടാവും. ഇനി നമ്മുടെ ബാച്ചിന്റെ കോമൺ ആയിട്ട് നമ്മുടെ ബാച്ചുകളിൽ എല്ലാം ഉള്ള ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. വളരെ ഓർഗനൈസ്ഡ് ആയ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണുന്നതിന്റെ കൂടെ തന്നെ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വേർഷൻസ് ഉണ്ടാവും. PDF-കൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന രൂപത്തിൽ. നമ്മളിപ്പോ കൂടുതലും ഇംഗ്ലീഷിലുള്ള കണ്ടന്റ് ആണ് ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാംസിന് ഇംഗ്ലീഷ് പ്ലസ് മലയാളം എന്നുള്ള രീതിയിലാണ് നോട്ട്സ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഇല്ല സാർ പറഞ്ഞേ? അടുത്തത് നമ്മളെ സ്റ്റേറ്റ്മെന്റ് 5 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ടാവും. അതായത് നമ്മൾ ടോപ്പിക് എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആപ്പിൽ എക്സാം നടത്തും, അങ്ങനെയല്ലേ? ആ എക്സാം കൂടുതൽ വെയിറ്റേജ് സ്റ്റേറ്റ്മെന്റ് ലെവൽ എക്സാമുകൾക്കായിരിക്കും നമ്മൾ വെയിറ്റേജ് കൊടുക്കുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ എക്സാമിനെ കാണണം, ആ രീതിയിൽ തന്നെ പഠിക്കണം. എന്നാലേ നമുക്ക് കേരള PSC നടത്തുന്ന പരീക്ഷകളൊക്കെ എളുപ്പമായി മാറുകയുള്ളൂ. അടുത്തത് പറഞ്ഞോളൂ സാറേ. പിന്നെ നമ്മുടെ ഫീസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ബാച്ചിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ മെയിൻസ് ഉണ്ട്, പ്രിലിംസ് ഉണ്ട്, പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് എക്സ്ട്രാ പേപ്പർ 2 വന്നാൽ അതും ഇൻക്ലൂഡഡ് ആയിട്ട് എല്ലാത്തിനും കൂടെ അടക്കമുള്ള ഫീസ് ആണ് എത്ര രൂപ? വെറും 3999 രൂപക്കാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ഒരു സ്വപ്ന തൊഴിൽ അല്ലെങ്കിൽ സ്വപ്ന ജോബ് കരസ്ഥമാക്കാൻ സൈലം PSC നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് വെറും 3999 ലൈവ് ക്ലാസ്സുകള് വിത്ത് റെക്കോർഡഡ് വേർഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ അതിന്റെ നോട്ട്സ് ഉണ്ടാവും. എല്ലാം അടക്കമുള്ള ആ ഒരു കംപ്ലീറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് നിങ്ങൾ എത്തുന്ന വരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിനുള്ള ഒരു ഫീസാണ് ആ പറഞ്ഞിട്ടുള്ള 3999 എന്ന് പറഞ്ഞിട്ടുള്ള ഫീസ്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നേരെ ആപ്പ് എടുത്തിട്ട് ആപ്പിൽ നിന്ന് നേരെ ബൈ ചെയ്യാം. December 2-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെന്റിന്റെ സംശയങ്ങളോ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിക്കാവുന്ന നമ്പർ ഉണ്ട്. സാർ നമ്പർ 9995100. ഒന്നുകൂടെ പറയാം, 9995100800. ഈ നമ്പർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം, എല്ലാം ക്ലിയർ ആക്കി തരും കേട്ടോ. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉടൻ തന്നെ പർച്ചേസ് ചെയ്ത് തുടങ്ങിക്കൊള്ളുക. ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ ആ സ്വപ്ന ജോലി നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ സാറേ? അപ്പൊ December 2-നാണ് തുടങ്ങുന്നത്, മറക്കണ്ട. December 2-ന് മുന്നേ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാൻ റെഡി ആയി എല്ലാവരും നിൽക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.